ശാപം എന്നെ കേൾക്കുന്ന ദൈവമക്കളായ നിങ്ങൾക്ക് അപരിചിതമായൊരു വാക്കല്ല ശാപം. ശാപത്തിന് കീഴിലാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ നിങ്ങളിൽ പലരും അനുഭവിക്കേണ്ട നിങ്ങളുടേതായ പല കാര്യങ്ങളും. നിങ്ങളുടെ തൊഴിൽ, വരുമാന മേഖലകൾ, ഭവനങ്ങൾ, തലമുറകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ. പാസ്റ്ററെ പറഞ്ഞു ഇതെങ്ങോട്ടാ എന്ന് നിങ്ങൾ ചോദിക്കും. ഒറ്റ തെളിവ് തന്ന് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ശാപം നോക്കൂ, എന്താണ് ശാപം? ശാപത്തിൻ്റെ റിസൾട്ട്. ശപിക്കപ്പെട്ടിടത്ത് എന്ത് സംഭവിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം പറയുന്നു, അവർ നടന്ന ഭൂമിയിൽ മുള്ളും പറക്കാരയും മുളച്ചു. അവർ ആരാണ്? ആദം ഹൗവമാർ ദൈവത്താൽ ശപിക്കപ്പെട്ട് തോട്ടത്തിൻ്റെ പുറത്തായി. ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്ക്. തോട്ടത്തിൽ അവർ നടന്നപ്പോൾ മുള്ളുകൊണ്ടില്ല, തോട്ടത്തിൽ പറക്കാരെയും അവരെ കുത്തി വേദനിപ്പിച്ചില്ല. എന്നാൽ എപ്പോൾ അവർ ശാപത്തിന് കീഴിലായോ അവരുടെ കാലടികളിൽ മുള്ളുകൊണ്ടു ചോര പുരണ്ടു. അതുതന്നെയാണ് ശാപം. ആരെങ്കിലും മുള്ളുകൊള്ളാൻ വേണ്ടി നടക്കുമോ? ആരെങ്കിലും ചോര വരാൻ വേണ്ടി ജീവിക്കുമോ? നോ. പക്ഷെ വരുന്നു, ഇഷ്ടമില്ലാത്തത് സംഭവിക്കുന്നു, ശാപം. നന്മ വരേണ്ട സ്ഥാനത്ത് തിന്മ വരുന്നു, ശാപം. ഐശ്വര്യമുണ്ടാകേണ്ടിടത്ത് പറയണ്ടല്ലോ. നല്ലത് സംഭവിക്കേണ്ട സമയത്ത് പറയണ്ടല്ലോ. നല്ല വാർത്ത കേൾക്കേണ്ട സമയത്ത് കേൾക്കുന്ന വാർത്ത കൂടുതൽ പറയണ്ടല്ലോ. നല്ലത് കാണേണ്ടിടത്ത് പറയണ്ടല്ലോ. അതുതന്നെ ആ ശാപം വരുന്ന വഴി. ഇന്ന് കർത്താവ് ചില ശാപങ്ങൾക്ക് അറുതിയും വരുത്തി. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നോക്കൂ, അങ്ങനെ ഒരു ശാപം വന്ന വഴിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിന് അവർ, നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു, യജമാനന് ഞങ്ങളോട് ദയയുണ്ടായാൽ മതി, ഞങ്ങൾ ഫറവോന് അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ച് വായിക്കുകയും ഞാൻ പറയുന്ന ഈ പശ്ചാത്തലം ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും വായിച്ച് തന്നെ മനസ്സിലാക്കുകയും വേണം. അതായത് നമ്മുടെ യോസേഫ് മിസ്രൈമിലെത്തുകയാണ്. അപ്പോൾ മിസ്രൈമിൽ യോസേഫിനെ ദൈവം മാനിച്ചു. അപ്പോൾ യോസേഫിന് ദൈവം ഒരു സ്വപ്നം കൊടുത്തു, ഓർമ്മയുണ്ടല്ലോ? ആ സ്വപ്നത്തെ ദൈവം നിവർത്തിച്ചു. ഒറ്റ ദൂതേ. ഈ ലോകം കളിയാക്കി പറഞ്ഞ നിങ്ങളെ ചില സ്വപ്നങ്ങളുണ്ടല്ലോ, അതിനെ കർത്താവ് ഈ ദിവസങ്ങളിൽ നിവർത്തിക്കുവാൻ പോകുക. പ്രാർത്ഥിച്ച് തുടങ്ങുന്നിട്ട് കോണ്ടാക്ട് ചെയ്യും. ആമേൻ. നോക്കൂ, അപ്പോൾ മിസ്രൈമിൽ യോസേഫ് ഒരു അധികാരിയായി മാറുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളണം, അവിടെ ക്ഷാമം വരുന്നു. അപ്പോൾ ദൈവം കൊടുത്ത ആ ബുദ്ധി, കാഴ്ചപ്പാട് വെച്ചിട്ട് യോസേഫ് ധാന്യമെല്ലാം ആ നല്ല സമയത്ത്, സമൃദ്ധിയുള്ള സമയത്ത് സംഭരിച്ച് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ധാന്യം വിൽക്കുവാനായിട്ട് തുടങ്ങുന്നു. യോസേഫ് ആരാണ്? ഒരു അന്യനാട്ടുകാരനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളണം. മിസ്രൈമിലുള്ളത് ആരാണ്? മിസ്രൈമിൽ ഫറവോനും അവൻ്റെ സ്വന്തം ജനവുമാണുള്ളത്. എന്നാൽ യോസേഫ് എന്താ ചെയ്തത്? ആദ്യം വിലയ്ക്ക് മിസ്രൈമിലുള്ളവർക്ക് ധാന്യം വിറ്റു. നിങ്ങൾ 47-ാം അധ്യായം വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അവരുടെ വസ്തുവകളൊക്കെ എഴുതി വാങ്ങിയിട്ട് ധാന്യം വിറ്റു. അത് കഴിഞ്ഞ് ആടുമാടുകളും എല്ലാം എഴുതി വാങ്ങിയിട്ട് ധാന്യം വിറ്റു. അവസാനം ഇവർ പട്ടിണിയായപ്പോൾ യോസേഫ് എന്ത് ചെയ്തു? ഇവരെ യജമാനന് അടിമകളായി വാങ്ങി. യജമാനൻ ആരാണ്? ഫറവോൻ. ഇതാരുടെ മണ്ണാണ്? ഈ മിസ്രൈമിയൻ്റെ മണ്ണാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, മിസ്രൈമിയൻ്റെ മണ്ണിൽ അവർ അടിമകളായി തീർന്നു. ആരുടെ തീരുമാനപ്രകാരം? യോസേഫിൻ്റെ തീരുമാനപ്രകാരം. ഒരു വാക്ക് കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നിലവിളിച്ചു. ആര് നിലവിളിച്ചു? ഇസ്രായേൽ മക്കൾ. ആരാണ് ഇസ്രായേൽ മക്കൾ? യോസേഫിൻ്റെ പിൻതലമുറക്കാർ. യോസേഫിൻ്റെ കുടുംബം അടിമകളായിത്തീരുന്നു. യോസേഫ് മിസ്രൈമ്യർക്ക് ഒരു പണി കൊടുത്തു, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ യോസേഫ് മുഖാന്തരം മിസ്രൈമ്യർ കരഞ്ഞു. വസ്തുവകൾ നഷ്ടപ്പെട്ട്, ആടുമാടുകൾ നഷ്ടപ്പെട്ട്, സ്വന്തം ശരീരം എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരെല്ലാം രാജാവിന് അടിമയാക്കി കൊടുക്കുന്ന ഒരു പരിപാടി അവിടെ സംഭവിച്ചു.
അത് അറിഞ്ഞോ അറിയാതെയോ ന്യായാന്യായങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഡിബേറ്റല്ല, ചർച്ചയല്ല, ഞാൻ ചില കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ സംഭവിച്ചു. തുടർന്ന് എന്താ സംഭവിക്കുന്നത്? തൻ്റെ തലമുറ, എത്ര തലമുറയ്ക്കിപ്പുറമാണ് ഇവർ അടിമകളാകുന്നതെന്നറിയാമോ? നോർമലായിട്ട് പറഞ്ഞാൽ 4 തലമുറ അവിടെ കാണാം. ഒന്നാമത്തെ തലമുറ ലേവിയുടെ തലമുറ, രണ്ടാമത്തെ തലമുറ കെഹാത്തിൻ്റെ തലമുറ, മൂന്നാമത്തത് അമ്രാമിൻ്റെ തലമുറ, നാലാമത്തത് മോശയുടെ തലമുറ. ആ തലമുറ വരെ ഈ ശാപം പിന്തുടരുക. എവിടെ നിന്ന് തുടങ്ങിയ ശാപമാണ്? 4 തലമുറയ്ക്ക് മുൻപിൽ തുടങ്ങിയ ശാപം ഇതൊന്നും അറിയാത്തൊരു തലമുറയിലേക്ക്. അപ്പോൾ ഈ ശാപം പിന്തുടർന്ന് വരുന്നത്. അപ്പം നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് നമുക്ക് ഈ ശാപം എന്നൊക്കെ കേൾക്കും, പ്രത്യേകിച്ച് ഇപ്പം പെന്തക്കോസ്തുകാർക്കൊക്കെയാണ് ഈ ശാപം എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. എന്നിട്ട് എന്തെങ്കിലും ആവാൻ പറ്റും? നിങ്ങളുടെ കഷ്ടപ്പാടിനത്തോണമുള്ള ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടോ? എന്തെങ്കിലും സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇതെല്ലാം അറിയാം, എങ്കിലും സമ്മതിക്കത്തില്ല. അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ എന്ത് സമ്മതിച്ചാൽ എന്തോ വീണു പോകുന്ന. പനി ഉണ്ടെങ്കിൽ പനി ഉണ്ടെന്ന് സമ്മതിക്ക്. നല്ലൊരു ഡോക്ടറെ കണ്ടാൽ അസുഖം മാറുമെന്നേ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രശ്നത്തിലാണോ? സമാധാനം ഇല്ലേ? കാല് വയ്ക്കുന്നിടത്തൊക്കെ മുള്ളും പറക്കാരെയും ആണോ? വാ തുറന്ന വഴക്കാണോ? തമ്മിലടിയാണോ? കഷ്ടപ്പെട്ട് വച്ചിട്ടാ വീട്, അതിനകത്തൊരു ദിവസം സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നില്ലേ? കാരണം കണ്ടെത്തി ചികിത്സിക്കുന്നേ. ആമേൻ, സ്തോത്രം. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചികിത്സ ചെയ്യണമെങ്കിൽ ആമേൻ വെറുതെ പഠിച്ചിറങ്ങിയവർ കൊണ്ട് പറ്റത്തില്ല, ഇത് കാര്യം വേറെ. അപ്പോൾ ഈ ശാപം 4 തലമുറയായിട്ട് പിന്തുടരുക. എത്ര തലമുറയായിട്ട്? 4 തലമുറയായിട്ട്. വീടുണ്ട്, മക്കളുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്. അടൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചിലർ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരും, മറ്റു ചിലർ റൂട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ വേറെ ചിലരുണ്ട് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോകും. ഇതൊന്നുമില്ലാതെ അടൂരിനടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഇന്ന ആളിൻ്റെ പേര് ചോദിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ഇവരുടെ സ്ഥലം അത് കഴിഞ്ഞ് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. പേര് പറഞ്ഞാൽ മതി. അത് ആ ശബ്ദത്തിലെ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു, ഞങ്ങളൊക്കെ പോയി. അത്രയ്ക്ക് പറഞ്ഞു തരുവാൻ പറ്റുന്ന അറിയപ്പെടുന്ന ഒരു ഫാമിലി. ആ ഫാമിലിക്കകത്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, പുറമേ നിന്ന് നോക്കുമ്പോൾ അവരെ അറിയുന്നവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെ പോയിട്ട് ഞങ്ങൾക്കും ഒരു പ്രശ്നവും കാണാനില്ല, പക്ഷേ അവർക്ക് മുഴുവനും പ്രശ്നമാണ്. പണത്തിൻ്റെ കുറവല്ല, വീട്ടിൻ്റെ കുറവല്ല, വീട്ടിലുള്ളതല്ല. പക്ഷേ ഒരു കാര്യത്തിലും ഒരു സമാധാനമില്ല, ഒരു മുന്നേറ്റമില്ല. മക്കളുടെ ജീവിതത്തിലാണെങ്കിൽ പ്രശ്നം. മക്കളുണ്ടോ? ഉണ്ട്. വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രശ്നമാണ്. ഇതെന്തുണ്ടെന്ന് പറഞ്ഞിട്ടും, ഇപ്പോൾ അടുക്കളയിൽ നിറയെ ആഹാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിന്നാൻ പറ്റിയില്ലെങ്കിൽ ഇത് തന്നെയാണ് സംഭവം. വീടുണ്ട്, നേരെ കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി വാസ്ത്രേതാണ്. ആഹാരമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ നേരെ തിന്നിട്ട്, സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്കൊപ്പം ഇരുന്ന് നല്ലതുപോലെ ആഹാരം കഴിച്ചിട്ട്, അവർ പറഞ്ഞ വാക്കുകളാണ്, നല്ലതുപോലെ ആഹാരം കഴിച്ചിട്ട് ഒത്തിരി നാളായി. അതാ അവസ്ഥ. സിസ്റ്ററെ, ആ അവസ്ഥയെ കർത്താവ് മാറ്റുവാൻ പോവുകയാണ്. നീ കഷ്ടപ്പെട്ട് വയ്ക്കുന്നതൊക്കെ മക്കൾക്കൊപ്പം ചേർന്ന് ഭക്ഷിച്ച് സന്തോഷമായിട്ടിരിക്കുവാൻ പോവുക. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ? അപ്പോൾ ആ വസ്തുവിൽ വീട് വെച്ച സമയം മുതൽ, പുതിയ വീടാണ് ഈ പ്രശ്നം തുടങ്ങിയത്. പുതിയ വീടെന്ന് പറയുമ്പോൾ അന്നോ തലേദിവസം വെച്ചല്ല, 10-15 വർഷം. അത്രയും നാൾ ഇവർ ഈ സ്ട്രഗിൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി പല വഴികളും അവർ ശ്രമിച്ചു. പക്ഷേ ഒന്നുമില്ല. എല്ലാം നല്ല കുടുംബം, നല്ല വിശ്വാസികളായ കുടുംബം എല്ലാം ആണ്. പക്ഷേ എന്താണ് പ്രശ്നം? പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ശാപത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ കാൽ വയ്ക്കുന്ന കാലടികളെല്ലാം മുള്ളിലാണ്, പറക്കാരയില്ല, ചോര പൊടിയുകയാണ്. എല്ലാം പ്രശ്നത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത്. നല്ലതൊന്നും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. അവരുടെ കുടുംബ വീട് ഇരുന്ന സ്ഥലം, കുടുംബ വീട് പൊളിച്ചിട്ടാണ് അവിടെ ആ വീട് വയ്ക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞ് അവരുടെ ആ കുടുംബ വീട്, മീൻസ് അവർക്ക് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ വീട് സംബന്ധിച്ചുള്ള ഒരു ശാപം. അപ്പോൾ ഞങ്ങൾ ആ വീടിനെക്കുറിച്ച് ദൈവാത്മാവ് സംസാരിച്ചു. അപ്പോൾ നമ്മൾ ആ വീടിനെക്കുറിച്ച് ചോദിക്കുന്നു. ആ വീടൊന്നും ഞങ്ങളുടെ പിക്ചറിലില്ല. അവിടെ പോകുമ്പോൾ ഒരു വലിയ വീട്, അതിന് പിൻപ് അവിടെ ഇരുന്നൊരു വീട് ഞങ്ങളുടെ പിക്ചറിലില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് സംസാരിച്ചു. ആ വീടിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ ക്ഷണിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വലിയപ്പൻ, അദ്ദേഹം വന്നു. അപ്പോൾ പഴയ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ, പ്രായമുള്ള ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അദ്ദേഹം ആ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് സംസാരിച്ചു. ഈ വസ്തു, അവർക്ക് വീടും വസ്തുവും കിട്ടിയത് ഇവർക്കല്ല,
അവരുടെ ആ മുത്തശ്ശന് വീടും വസ്തുവും കിട്ടിയത്. അത് വലിയൊരു തറവാടായിരുന്നു. ആ തറവാട്ടിലൊരു പ്രശ്നം, ഒരു വഴക്കുണ്ടായി. ആ വഴക്കിനിടയിൽ ഇവർ പോയി പെടുന്നു. ഒത്തുതീർപ്പിന് വേണ്ടി പോയത്, അതൊരു രസം പോലെ പറഞ്ഞു. ആ കൂട്ടത്തിൽ നിന്ന് ചുളുവിലിത് ഒപ്പിച്ചെടുത്തു. അപ്പോൾ ചുളുവിൽ ഒപ്പിച്ചെടുക്കുന്നെന്ന് പറയുമ്പോൾ പറ്റിച്ചൊന്നും അല്ല അതിനർത്ഥം. വഴക്കുണ്ടാക്കി നിൽക്കുന്ന രണ്ടുപേർ പോകുമ്പം എങ്ങനെയെങ്കിലും പെയ്യാൽ മതിയെന്ന് പറഞ്ഞൊക്കെ വിട്ടിട്ട്, അങ്ങനെ വിറ്റിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിനക്ക് കർത്താവ് തന്നത് വിറ്റിട്ട് പോകാൻ വേണ്ടി. മര്യാദയ്ക്ക് അവിടെ ഉറച്ചു നിൽക്ക്. അതിൻ്റെ വാക്തത്വ ഭൂമിയ. വിൽപ്പനയുടെ ചിന്തകളൊക്കെ മാറ്റി വയ്ക്ക്. അവൻ പ്രാർത്ഥിക്ക്. അതങ്ങനെയൊന്നും വിറ്റിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. വെറുതെ വിൽക്കാൻ വേണ്ടിയിട്ടും വിൽപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥന നടത്തി പൈസ കളയണ്ട. അവിടെ വാഴാൻ വേണ്ടി, നിനക്ക് കർത്താവ് തന്ന ആ ഭവനത്തിൽ വാഴാൻ വേണ്ടി പ്രാർത്ഥന നടത്തും. കോണ്ടാക്ട് അവൻ നോക്ക്. അപ്പോൾ ചുളുവിലേക്ക് ചുളുവിലേക്ക് കിട്ടി ആ ശാപം. അവരവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിയ ശാപം ആ ഭവനത്തിൽ താമസിക്കുന്നവരുടെ സ്വസ്ഥതയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തി. പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവാസം ക്രമീകരിച്ചു. നിങ്ങൾക്കും അവസരമുണ്ട് കേട്ടോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് ആ ശാപത്തെ നീക്കി ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഉപവാസം കഴിഞ്ഞു, ശാപം നീങ്ങി, വിവാഹം നടന്നു, ജോലി തടസ്സം മാറി. അവരെന്ത് സന്തോഷമാണോ ആ ഭവനത്തിൽ ആഗ്രഹിച്ചത് അത് ഇന്ന് ആ ഭവനത്തിലുണ്ട്. ശാപം നീങ്ങുമ്പോൾ ഈ ശാപം, ഞാനും എൻ്റെ വീട്ടുകാരൊന്നും അത്ര കുഴപ്പക്കാരൊന്നുമല്ല, അതുകൊണ്ട് ശാപം വരില്ല. നോ, ഇതുപോലെ ചുളുവിൽ കിട്ടുന്ന പലതിൻ്റെയും കൂടെ ശാപം വരുന്നതാണ്. കൂടുതൽ അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ശാപം നീങ്ങിയില്ലെങ്കിൽ കാല് വയ്ക്കുന്നിടത്തൊക്കെ മുള്ളായിരിക്കും. ഇത് വരുന്ന വഴി നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ആരെങ്കിലും പറയുന്നതായിട്ട് നമുക്ക് ശാപമില്ല, അങ്ങനെയല്ല ചിന്തിക്കാനുള്ളത്. നീ കഷ്ടത്തിലാണോ, അതിന് മുന്നിൽ ഒരു കാരണമുണ്ട്, പരിഹാരമുണ്ട്. പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ശാപത്തിന് കീഴിലാണോ പുറത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉപവാസം ക്രമീകരിച്ച് സാമ്പത്തിക ശാപത്തിൽ നിന്നും ആരോഗ്യകരമായ ശാപത്തിൽ നിന്നും അസമാധാനങ്ങളും അസ്വസ്ഥതകളും ഇടുന്ന നല്ലത് സംഭവിക്കുവാൻ, പുതിയത് സംഭവിക്കുവാൻ അനുവദിക്കാതെ വെളിപ്പെട്ട് നിൽക്കുന്ന ശാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളിലും വചനധ്യാനത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും പ്രഷർ ഫാമിലിക്കൊപ്പം ആയിരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സ്പെഷ്യൽ മീറ്റിംഗ്, ചർച്ച മീറ്റിംഗാണ് കേട്ടോ. ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുമെങ്കിൽ ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു നോക്ക്. ബ്ലെസ്സിംഗ് ആയിട്ടുള്ള പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ആത്മീയ ആരാധന നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ കാൽ വയ്ക്കുന്നുണ്ട്, ഇവർ മുൻപോട്ട് പോകുന്നുണ്ട്, ഓടിയിട്ടെത്തുന്നില്ല, കാൽവെപ്പുകൾ കരുതി വരുന്നില്ല, നല്ലത് സംഭവിക്കുന്നില്ല. ശാപത്തിന് കീഴിൽ എല്ലാ ശാപങ്ങളും മാറട്ടെ. സാമ്പത്തികം അനുഭവിക്കുന്ന ശാപങ്ങൾ വിട്ടുമാറട്ടെ. ഫൈനാൻഷ്യൽ ഡെലിവറൻസ് നടക്കട്ടെ. ഇവരുടെ തലമുറകൾ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ വിദ്യാഭ്യാസത്തിന് മേലുള്ള എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ. തൊഴിലിനുമേലുള്ള ശാപങ്ങൾ മാറിപ്പോ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങൾ മാറട്ടെ. വിദ്യാഭ്യാസത്തെ തടഞ്ഞു വയ്ക്കുന്ന, പഠനത്തിലേക്ക് തലമുറകൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ തലമുറകളുടെ കരിയറിനെ, പഠനത്തെ നശിപ്പിക്കുന്ന ശാപങ്ങൾ വിട്ടുമാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. മണ്ണിന് മേലുള്ള, ദേശത്തിന് മേലുള്ള, കുടുംബങ്ങളുടെ മേലുള്ള, വസ്തുവകകളുടെ മേലുള്ള ശാപങ്ങൾ മാറിപ്പോകട്ടെ. ആരോഗ്യത്തെ തകർക്കുന്ന ശാപങ്ങൾ വിട്ടുമാറട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ. വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ വഴികൾ തുറക്കണമേ. തടസ്സങ്ങൾ മാറട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും സ്വർഗ്ഗമങ്ങ് വഴികളെ തുറക്കണമേ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഉദരത്തെ കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ. ശാപങ്ങൾ നീങ്ങട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. ബിസിനസ് മേഖലകളിലുള്ള ശാപങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ ശാപങ്ങളും മാറട്ടെ. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടറിഞ്ഞാൽ പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമൻ്റെ പ്രതിദിന വചന സന്ദേശമായി നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ ഹാവ് എ നൈസ് ഡേ.
പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.